97 എന്ന് പറയുന്നതിലേക്ക് നമുക്ക് കൂടുതൽ തെളിവിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് അന്ന് ഈ ചാർജ് ഷീറ്റ് ഹാജരാക്കുമ്പോൾ തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു. ഇതൊരു കോടതി ഇതിനൊരു ആൻറ്റിസിഡൻ്റ് ആയിട്ട് കാണും, ആൻറ്റിസിഡൻ്റ് ആയിട്ട് കണ്ട് തന്നെ ഈ ജഡ്ജ്മെൻറ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് കോടതി നമുക്ക് നമ്മുടെ ആ പ്രതീക്ഷ കോടതി അത് എൻഡോസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഇതിൽ ഏറ്റവും വലിയ കോടതിയുടെ പെരുമാറ്റം. കാരണം നമുക്കറിയില്ല, ബഹുമാനപ്പെട്ട കോടതിയാണ് എല്ലാം തീരുമാനിച്ചത്. നമുക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബഹുമാനപ്പെട്ട കോടതി ഇത് വളരെ നല്ല രീതിയിൽ വിലയിരുത്തി ഈ കേസിൻ്റെ ഓരോ എവിഡൻസും നല്ല രീതിയിൽ വിലയിരുത്തിയ ശേഷമാണ് ഇത്രയും നല്ലൊരു ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹമാണ് പൂർണ്ണമായും അദ്ദേഹമാണ് അഭിനന്ദനം അറിയിക്കുന്നത്. കാരണം ഇത് ഇത്രയും നല്ല രീതിയിൽ അദ്ദേഹം എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ അദ്ദേഹം കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുള്ള നല്ലൊരു വിജയം കൂടെ തന്നെയാണ് ഇപ്പോൾ നമുക്കുണ്ടായിട്ടുള്ളത്. സാർ, അവസാന കുറ്റപത്രം കൊടുക്കുന്ന സമയത്ത് സാറായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതെ, ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിഭാഗം തമിഴ്നാട്ടിലേക്ക് ആണ് ക്രൈം നടന്നതെന്ന് പറഞ്ഞ് വാദമുഖം. അത് പൊളിക്കാനായതാണ് ഈ കേസിന്റെ വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഇതിന്റെ യഥാർത്ഥ വസ്തുത അത് തന്നെയാണ്. ഞാൻ ഇതിന്റെ പകുതി സ്റ്റേജ് കഴിഞ്ഞ ശേഷമാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ബഹുമാനപ്പെട്ട SP ശിഷ്പ മേഡം എന്നെ ഏൽപ്പിച്ചത്. ഇതിനകത്ത് ഏറ്റവും ചലഞ്ചിങ് ഫാക്ടർ തന്നെയായിരുന്നു ഈ കേസ് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ നിസ്സാരമായി പോകുന്ന ഒരു കേസായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട നമ്മുടെ ഗവൺമെൻറ്റും അതെല്ലാം സഹകരിച്ചുകൊണ്ട് നമുക്ക് ഈ കേസിലേക്ക് നമുക്ക് എവിഡൻസ് ആദ്യകാലത്ത് എവിഡൻസ് അഡ്യൂസ് ചെയ്ത് ഇതിനകത്ത് തട്ടിക്കൊണ്ട് പോകുന്നുള്ള എവിഡൻസ് ഹാജരാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിന് വിജയം. കൂടാതെ നമുക്ക് അതിനുള്ള സെക്കൻഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഘട്ടത്തിൽ നമുക്കുണ്ടായ വിജയം എന്ന് പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറെ നമുക്ക് ഗവൺമെൻറ് അനുവദിച്ചു തന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് അനുവദിച്ചു തന്നു എന്നുള്ളതാണ് മറ്റൊരു വിജയം. കാരണം അദ്ദേഹം നമുക്ക് ഈ കേസിൻ്റെ തുടർന്നുള്ളത്, കാരണം ഈ തട്ടിക്കൊണ്ടു പോകൽ, അതായത് സ്വാഭാവികമായിട്ടും തമിഴ്നാട്, കേരളം അല്ല ജൂറിസ്ഡിക്ഷൻ, തമിഴ്നാട് എന്നുള്ളതിലേക്ക് ഏകദേശം 1 വർഷത്തോളം നമ്മൾ ഹൈക്കോടതിയിൽ ഇതിനു വേണ്ടി ഞാൻ അപ്പിയർ ചെയ്തതാണ്. ഇതിനു വേണ്ടി നമ്മൾ അവിടെ പോവേണ്ടിയും അതിന് അപ്ഡേറ്റുകൾ കൊടുക്കേണ്ടി വന്നതാണ്. പക്ഷേ എന്നാൽ പോലും സുപ്രീം കോടതി ഇതിൽ പോയപ്പോൾ ഈ കേസ് ട്രയൽ കോടതി തന്നെ പരിഗണിക്കട്ടെ എന്ന് കണ്ടു. പക്ഷേ ട്രയൽ കോടതി വ്യക്തമായും തെളിവുണ്ട് എന്ന് ഇന്നത്തെ വിധിയിലൂടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വിധിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഈ വാദഭംഗം നടത്തിയ പ്രോസിക്യൂട്ടറെയും ടീമിനെ കോടതി അഭിനന്ദിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞത് പുതിയ കാലത്തിനനുസരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തിയെന്നാണ്. എങ്ങനെ കാണുന്നത്? അത് മികച്ച ഒരു കമൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് പുതിയ ലോകത്താണ്. ഇവിടെ നമുക്ക് സാധാരണ ഓറൽ സാക്ഷിമൊഴികൾ മാത്രമല്ല, ഇവിടെ നമുക്ക് ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ പ്രബോധവുമായി നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞത് ഡിജിറ്റൽ എവിഡൻസ് ആണ്. ഡിജിറ്റൽ എവിഡൻസ് കാരണം സാർ പ്രത്യേകിച്ച് ഒബ്സർവേഷൻ നടത്തിയിരുന്നു. നമ്മളെ കയ്യിൽ തന്നെ നമുക്കെതിരെയുള്ള തെളിവ് കൊണ്ട് നടക്കുകയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഫോണിൽ ആ പ്രതിയായി അതായത് കുട്ടിയെ അതിൻ്റെ പ്രതിയായി പറയുന്ന കുട്ടി അയാൾ തൻ്റെ മൊബൈലിൽ തനിക്കെതിരെയുള്ള എല്ലാ എവിഡൻസും സ്റ്റോർ ചെയ്തിരുന്നു. അത് നമുക്ക് റിട്രീവ് ചെയ്തെടുത്ത് കോടതി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. ഒപ്പം തന്നെ സാർ, ഈ വിഷം ഉള്ളിൽ പോയ വിഷത്തെ സംബന്ധിച്ച് ശരീരത്തിൽ നിന്നും ഒപ്പം തന്നെ വസ്ത്രത്തിൽ നിന്നും കണ്ടെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ നിരത്തിയത് ശാസ്ത്രീയമായ വിഷത്തെ സംബന്ധിച്ച തെളിവുകളാണ്. അതും ഈ കേസിന് നിർണായകമായ തെളിവായി മാറി. തീർച്ചയായും നിർണായകമായ തെളിവായി. കാരണം ഈ വിഷം അയാളുടെ ശരീരത്തിലേക്ക് എത്തി എന്നും അതിലുണ്ടായ ഇമ്പാക്റ്റാണ് ഇതിനകത്ത് ബോഡി ഉണ്ടായതെന്നും നമ്മുടെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാരും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും വ്യക്തമായി കോടതിയിൽ എവിഡൻസ് കൊടുത്തു. അത് തന്നെയാണ് ഇതിനകത്ത് നിർണായകമായത്. കാരണം ഇങ്ങനൊരു എവിഡൻസ് അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ ശരീരത്തിൽ കടന്നുപോയെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ 14 ദിവസം വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം മരണത്തിൽ മരിച്ചതെന്നും കോടതിക്കും ബോധ്യമായി നമുക്ക് നിരത്താനും കഴിഞ്ഞു എന്നുള്ളതാണ്. താങ്ക് യു സാർ, താങ്ക് യു. സിജു, ഈ കേസിൻ്റെ കുറ്റപത്രം അവസാന ഘട്ടത്തിൽ സമർപ്പിച്ച DOSP റാസിദ് സാറാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. ഈ അന്വേഷണത്തിൻ്റെ വിവിധ കടമ്പകളെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോടൊപ്പം പറഞ്ഞത്. ഈ കേസിലെ നിർണായകമായ ചില അന്വേഷണ വഴിത്തിരിവുകൾ, നിർണായകമായ ഭാഗങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. വിവിധ തരത്തിൽ ഈ കേസിന് വലിയ അഭിനന്ദനമാണ് കോടതിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. ഒപ്പം തന്നെ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ പ്രോസിക്യൂഷന് കോടതിയിൽ വാദിച്ച് വിജയിക്കാനുമായി ഇതൊക്കെ ഈ കേസിന് നിർണായകമായ വഴിത്തിരിവായി മാറുകയും ചെയ്തു.